ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് കരുതുന്നു. ഓണമൊക്കെ ആയിട്ട് എന്താ പരിപാടി? എവിടെ വരെ ആയി ഓണം പ്രിപ്പറേഷൻസൊക്കെ? അപ്പം ഓണത്തിനൊക്കെ ഒരുപാട് മുന്നേ എൻ്റെ അച്ഛൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വട്ടം ഓണം ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പോയ നമ്മുടെ ഒരു ജേണിയാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് വന്നിട്ട്. കുറച്ചധികം സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയി. അപ്പോൾ സിസ്റ്ററും കുട്ടികളും വെച്ച് ബാക്കി നമ്മളെല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോയ സെയിം ഡേ വെളുപ്പിനെയാണ് പോകാനായിട്ട് ഇരുന്നത്. അപ്പം ഞാനാണ് രാവിലെ എഴുന്നേറ്റു എല്ലാം റെഡിയാക്കി. ബിക്കോസ് പട്ടികൾക്ക് ഫുഡ് കൊടുക്കണം എല്ലാം ഞാൻ ചെയ്തു കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ പരിപാടിയും ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ റെഡിയുമായി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. എല്ലാവരും ഉറങ്ങിപ്പോയ അന്നത്തെ ദിവസം ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനും വിഷ്ണുവും ഒരു റൂമിലായതുകൊണ്ട് തന്നെ ഞാൻ എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിഷ്ണു എണീറ്റ് സൗണ്ട്, കാരണം ഞാൻ റെഡി ആവുന്നതിൻ്റെയൊക്കെ സൗണ്ട് കേട്ട് അങ്ങനെ അവൻ എണീറ്റു. ബാക്കി എല്ലാവരും കിടന്നുറങ്ങിപ്പോയി, അപ്പൂപ്പനും അമ്മയും അച്ഛനും ഒക്കെ. ആ ഒരു റീസൺ കാരണം ഞാനങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഫുൾ റെഡി ആയിട്ട് കുറേ നേരം ഇവർ കാണുന്നില്ലല്ലോ, ഇവരെന്താ ചെയ്യുന്നത്, ഇത്ര നേരം റെഡി ആവാൻ ടൈം എടുക്കും എന്ന് കരുതിയിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണ് ഇവർ സുഖമായിട്ട് കിടന്നുറങ്ങുക. കാരണം അന്നത്തെ ദിവസം രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു കേട്ടോ. കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എങ്കിൽ ഇങ്ങും പോണ്ട, എല്ലാവരും ഉറക്കമോ കൊള്ളാം എന്തായാലും എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്ന് പിന്നെ അന്നത്തെ ദിവസം രാവിലെ ഒന്നും ഞാൻ പുറത്തിറങ്ങിയതേ ഇല്ല, ഞാൻ ഫുഡും കഴിച്ചില്ല. ഞാൻ അങ്ങനെ ദേഷിച്ചിരുന്നു. ബിക്കോസ് ഞാൻ ഫുൾ റെഡി ആയിട്ട് ഞാൻ അത് മൊത്തം മാറ്റേണ്ടി വന്നില്ല, ഇവർ എണീക്കാൻ കൊണ്ട്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നെ അച്ഛൻ ഇങ്ങനെ വിളിച്ച് കുറച്ച് നേരം ഉച്ചയൊക്കെ ആവാറായപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് വെക്കണ്ടേ, നീ ബാ നമുക്ക് എന്താ വെക്കണ്ടേ, നിനക്ക് എന്താ വേണ്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ച് അവസാനം അമ്മ പറഞ്ഞു നമുക്ക് ഇനി എവിടെയെങ്കിലും പോയാലോ, നമ്മൾ രാവിലത്തെ കാര്യമൊക്കെ കഴിഞ്ഞു അത് പോട്ടെ, നമുക്ക് ഉച്ചയ്ക്ക് എവിടെയെങ്കിലും പോയാലോ, എന്നിട്ട് നമുക്ക് രാത്രി ആകുമ്പോൾ തിരിച്ചു വരാം. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ്, അപ്പം പട്ടികളുടെ കാര്യമാണെങ്കിലും നമുക്ക് ഫുൾ നോക്കിയിട്ട് പോകാം, ഇടയ്ക്ക് ഒരാളെ വിളിക്കേണ്ട ആവശ്യം വരില്ല. അപ്പം ഞാൻ കരുതി ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. ഫൈനലി അവരെന്നെ ഇങ്ങനെ പാസിഫൈ ഒക്കെ ചെയ്ത് ഞാനും എങ്കിൽ ശരി നമുക്ക് പോയാം എന്നൊക്കെ കരുതി ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പെട്ടെന്ന് റെഡിയായി നമ്മൾ പോകുമായിരുന്നു. ആദ്യം പോയത് ഓച്ചിറ അമ്പലത്തിലേക്കാണ്. അപ്പോൾ ഓച്ചിറ അമ്പലത്തിൽ അന്നദാനത്തിൻ്റെ ക്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഓച്ചിറ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടോ ആമ്പൽക്കുളം, കുറേ ആമ്പൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കറക്റ്റ് ഉച്ച സമയത്താണ് കേട്ടോ നമ്മൾ പോയത്. അത് കാരണം തന്നെ അതെല്ലാം ഇങ്ങനെ വാടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് കയറി അമ്പലത്തിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഒരു പോർഷൻ. പിന്നെ അകത്തേക്ക് പോകുമ്പോൾ വേറൊരു പോർഷനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചന്ദനം വന്നിട്ട് ഇതാണ് കറുത്ത ചന്ദനമാണ്. അപ്പോൾ അതൊക്കെ അച്ഛനാണ് നമ്മൾക്ക് എല്ലാവർക്കും ഇട്ടുന്നത്. അച്ഛൻ ഇട്ട് തന്നെയാന്ന് കണ്ടാലും പറയുമല്ലേ, അച്ഛനിങ്ങനെ ഏറ്റവും മേളിൽ കൊണ്ട് തന്നെ ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ പിന്നെ വയ്യാത്തതുകൊണ്ട് തന്നെ, വയ്യാന്നല്ല ഈ വെയിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇത്ര വയസ്സായില്ല, അപ്പം കുറച്ചൊന്ന് ഒരു ഡള്ളാവും അപ്പൂപ്പൻ. അപ്പോൾ ആ അപ്പൂപ്പനെ മൂഡ് മാറും. അപ്പോൾ ആ ഒരു റീസൺ കാരണം അപ്പൂപ്പനെ കുറച്ചൊന്ന് വെയിൽ താന്നപ്പോഴാണ് കേട്ടോ അപ്പൂപ്പനെ കൊണ്ടുപോയത് തൊഴുവാനായിട്ട്. വിഷ്ണു അങ്ങ് കൊണ്ടുവരുന്നു. പിന്നെ അവിടെ തന്നെ ദാഹജലം എന്ന് പറഞ്ഞ ഒരു ഔഷധ ജലം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് വെള്ളവും മേടിച്ചു കൊടുത്തു. അപ്പൂപ്പനെ തിരിച്ച് കാറിലേക്ക് കൊണ്ടാക്കി. പിന്നെ നമ്മളുടെ അവിടുത്തെ ആമ്പൽക്കുളത്തിൽ പോയി നോക്കിയപ്പോൾ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ വിഷ്ണുവിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവിടെ അന്നദാനം നമ്മൾ ഈ തൊഴുതൊക്കെ ഇറങ്ങി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നദാനത്തിൻ്റെ ക്യൂ ഒക്കെ ഫുള്ള് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളിപ്പം അധികം ആൾക്കാരൊന്നും ഇല്ല, പോയി അന്നദാനം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ അങ്ങോട്ടേക്ക് വിട്ടു. അപ്പോൾ ഞാനും അപ്പൂപ്പനും കൂടി ഒരു പ്ലേറ്റിലാണ് കേട്ടോ കഴിച്ചത്. ഇപ്പോൾ പകുതി വെച്ചേക്കാണ്. ഒത്തിരി ചോറ് വന്നു കേട്ടോ. എനിക്ക് മെയിനായിട്ട് സാമ്പാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദോശേൻ്റെ കൂടെ മാത്രം, ദോശ ഇഡ്ഡലി അതിൻ്റെ കൂടെ മാത്രമേ കഴിക്കൂ. പക്ഷേ ഈ വട്ടം ഞാൻ ചോറിൻ്റെ കൂടെയും സാമ്പാർ കഴിച്ചു. അതെനിക്ക് മാങ്ങ അച്ചാറും സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൈയൊക്കെ കഴുകി നമ്മളത് തിരിച്ച് നടന്ന് നമ്മൾ കാറിലേക്ക് കയറി നമ്മൾ പോവുകയാണ്. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് ഒരു പാലസാണ്. ഞാൻ ഇന്നേ വരെ ഒരു പാലസ് അകത്ത് കയറി കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മുടെ കനകക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ കനകക്കുന്ന് ഇന്നേ വരെ അകത്ത് കയറി തുറന്ന് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പുറത്തു നിന്ന് കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഞാൻ ഷൂട്ടിംഗ് ഒക്കെ കനകക്കുന്ന് പാലസ് ആ ഒരു കോമ്പൗണ്ടിനകത്ത് നടന്നിട്ടുണ്ട്, അപ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് അകത്ത് കയറി ഇന്നേ വരെ കണ്ടിട്ടില്ല. സോ ആദ്യമായിട്ടാണ് ഞാനൊരു പാലസ് അകത്ത് കയറി അവിടുത്തെ ഓരോ കാര്യങ്ങൾ, അവിടുത്തെ ഫേർണിച്ചർ അല്ലെങ്കിൽ അവിടുത്തെ തടി കൊണ്ടുണ്ടാക്കിയ ഈ ബെഞ്ചിലും കാര്യങ്ങളൊക്കെ ഇരുന്ന് ഒന്ന് തൊട്ടൊക്കെ നോക്കി ഫോട്ടോയൊക്കെ എടുത്ത് ആ രീതിയിൽ പോകുന്നത്. അപ്പം കൃഷ്ണപുരം പാലസിലേക്കാണ് കേട്ടോ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓച്ചിറ അമ്പലത്തിൽ വന്നിട്ട് ഞാൻ അവിടെ അടുത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു പാലസ് കണ്ടത്. അപ്പം ഞാൻ കരുതിയേ
ഞാൻ ഇന്നേ വരെ പാലസ് അപ്പം എനിക്കൊന്നും എൻ്റെ കൂടെ ഉള്ളവരും വിഷ്ണുവിൻ്റെ കാര്യം എനിക്കറിയില്ല, ബട്ട് അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ പണ്ടെങ്ങാനും പോയിട്ടുള്ളതല്ലാതെ അങ്ങനെ പോയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഓർമ്മ വെച്ച കാലത്തൊന്നും പോയിട്ടില്ല അവർ. സാധനമൊക്കെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ 5000 രൂപ ഫൈൻ ഉണ്ട് എന്നൊക്കെ അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ കൃഷ്ണപുരം പാലസ്. നല്ല രസമുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളത് അകത്തേക്ക് കയറുകയാണ്. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് വന്നിട്ട് 30 രൂപയോ 20 രൂപയോ 20 30 മറ്റോ ആണ് കേട്ടോ ഇവിടുത്തെ ഫീ വന്നിട്ട്. പിന്നെ മൊബൈലിൽ ഫോട്ടോസ് എടുക്കാൻ, ബട്ട് വീഡിയോസ് എടുക്കാൻ ഒക്കില്ല. ഇൻ കേസ് അങ്ങനെ വീഡിയോസ് മൊബൈൽ വീഡിയോഗ്രാഫി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് എക്സ്ട്രാ 20 30 രൂപയും കണ്ട് കൊടുക്കണം. അത് അവിടെ ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റ് എടുക്കുന്ന അവിടെ ചോദിച്ചിരുന്നാൽ മതി. കൂടുതലും ഫോട്ടോസാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്, എന്നാലും കൂടുതലും ഫോട്ടോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഫൗണ്ടൻ ഉണ്ടായിരുന്നു, അതിനകത്ത് വെള്ളമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അമ്മയെ വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അമ്മ ഇവിടെ ഒരു മരത്തിൻ്റെ തണലിൽ അങ്ങനെ ഇരുന്ന്, ഞാൻ അപ്പൂപ്പൻ അച്ഛൻ വിഷ്ണു നമ്മൾ ഇത്രയും പേരാണ് കേട്ടോ അകത്ത് പോയത്. സോ ഞാൻ ഇതിൽ കൂടുതലും പിക്ചേഴ്സാണ്, കാരണം അവർ അകത്തുനിന്ന് പറഞ്ഞിട്ട് വീഡിയോസ് എടുക്കരുത്, ഫോട്ടോസ് മാത്രം എടുക്കാം. അപ്പം ഞാൻ കുട്ടി ചെറിയ വീഡിയോസ് മാത്രമേ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ. ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. സോ ഞാൻ പോയി പാലസ് ഫുള്ള് കണ്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടാണ് ഈ ഊഞ്ഞാൽ ആടാനെന്ന് കരുതിയിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് പോയത്. അകത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഈ ഒരു വാള് കണ്ടു. അത് കണക്ക് പണ്ടത്തെ നമ്മുടെ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്ത പല പല കാര്യങ്ങൾ, അവരുടെ എനിക്കൊന്ന് പാലസിൻ്റെ തന്നെ ഒരു മോഡല്, പിന്നെ ഒരു വലിയൊരു പെയിൻറ്റിങ്, ഹാൻഡ് പെയിൻറ്റിങ്, എനിക്കൊന്ന് ഏറ്റവും വലിയ പെയിൻറ്റിങ് ആണ്. അവിടെ താഴെ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ അതിൻ്റെയും ഫോട്ടോസ് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. പിന്നെ അത് ആ പെയിൻറ്റിങ്ങിനെ പറ്റി എഴുതി വെച്ച്. പിന്നെ ഞാൻ അവിടെ ഇവിടെയും എനിക്ക് അത്യാവശ്യം നല്ല സ്പോട്ടായിട്ട് തോന്നിയ ഇടത്തെല്ലാം ഞാൻ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളിതൊക്കെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ പിന്നെ അന്ന് യൂസ് ചെയ്ത കുറേ എന്താ പറയുക, ഈ കഫ് ഉണ്ടല്ലോ, ഹാൻഡ് കഫ്, നമ്മുടെ വിലങ്ങ്, അത് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. കുറേ പണ്ടത്തെ പെയിൻറ്റിങ്സ്, പിന്നെ ഈ വാളും പരിചയം ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക, ഒരു പണ്ടത്തെ ആൻസിസ്റ്റേഴ്സ്, നമ്മളുടെ അല്ല എന്നാൽ പോലും പണ്ടത്തെ ഈ രാജാക്കന്മാരുടെ ടൈമിലൊക്കെ ഉള്ളതല്ലേ, നമ്മൾ ആ സമയത്തൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഞാൻ നേരെ ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ഞാൻ ഊഞ്ഞാലിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞാൻ കുറച്ച് പാലസിൻ്റെ എൻ്റേതായിട്ടുള്ള കുറച്ച് ഫോട്ടോഗ്രാഫിയൊക്കെ അങ്ങോട്ട് എടുത്തു. പക്ഷേ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ലല്ലേ. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് അമ്മേനെയും വിളിച്ച് എൻ്റെ അടുത്ത് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാനിരുന്ന് അത്യാവശ്യം നല്ലോണം ഇരുന്ന് ആടാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ കുളം ആ ഒരു ഏരിയ ഉണ്ടോ, അങ്ങോട്ടേക്കൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്, നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാനൊക്കെ ഇല്ല. പിന്നും കൊട്ടാരത്തിൻ്റെ അകത്തുള്ള കുറച്ച് ഐറ്റംസ് വീഡിയോസൊക്കെ വിഷ്ണു എടുത്ത വീഡിയോസും ഉണ്ട്. എല്ലാം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ അമ്പലത്തിലൊക്കെ ഇരിക്കില്ലേ, നാഗങ്ങളുടെ അമ്പലത്തിലൊക്കെ ഇരിക്കുന്ന അതിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ടേക്കൊന്നും നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടേക്ക് ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. സോ അങ്ങോട്ടേക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അവിടെ റിബൺ കെട്ടി മറിച്ചിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു മറ്റേ ഗജേന്ദ്ര മോക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെയിൻറ്റിങ്. പിന്നെ ഇതല്ലേ മച്ച് എന്ന് പറയുന്നത്, മേളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൂപ്പൻ അവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നടക്കാൻ വയ്യാണ്ട് അപ്പൂപ്പൻ അവിടെ ഇരുന്നു. പിന്നെ അപ്പൂപ്പനെയും കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ടാണ് കേട്ടോ ഞാൻ ഊഞ്ഞാലിൻ്റെ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ഊഞ്ഞാലിൻ്റെ അടുത്ത് പോയപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും കാണില്ലല്ലോ. സോ ഞാൻ ഊഞ്ഞാലിരുന്നിട്ട് കുറച്ചധികം നേരം ഇരുന്ന് ആടിയിട്ടോ. വിഷ്ണു അപ്പൂപ്പനും അച്ഛനും ഒക്കെ പാലസിനകത്തായിരുന്നു. അവരവിടെ ചുറ്റിക്കറങ്ങി കാണുന്ന ടൈമിൽ ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ഊഞ്ഞാൽ ആടുമായിരുന്നു. ഞാൻ അമ്മയെ അവിടെ നിന്ന് വിളിച്ച് അങ്ങനെ അമ്മ പിന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തതും ഓക്കെ. ഇതായിരുന്നു ഊഞ്ഞാലിൽ ആടുമ്പോഴത്തേക്കുള്ള എൻ്റെ വ്യൂ. ഇതായിരുന്നു കേട്ടോ. ആ വഴി പിന്നെ എന്താണ് പരിപാടി എന്നൊന്നും അറിയത്തില്ല. അത് കണക്ക് വിഷ്ണു അപ്പൂപ്പനെയും കൊണ്ടിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാനും പിന്നെ അങ്ങോട്ടേക്ക് വെറുതെ ഒന്ന് പോയി. അതൊക്കെ വെറും ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഗാർഡൻ ഏരിയ ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. എനിക്കൊന്ന് വൈകിട്ടൊരു 3:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണപുരം പാലസിലെത്തി. 3:45 കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോകാനും ഇതൊക്കെ, പക്ഷെ ഒന്നിലും തൊടുകയൊന്നും ചെയ്യല കേട്ടോ. അങ്ങനെയുണ്ട്. അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത സ്പോട്ട് നിങ്ങളിപ്പം ഈ ഒരു ആർച്ച് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മണ്ണാർശാലയാണ് കേട്ടോ. മണ്ണാർശാലയിലേക്കാണ് നമ്മൾ മൂന്നാമത് പോകുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ 2ാമത്തെ ടെമ്പിൾ വിസിറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4 മണി, 4-4:30 ആ ഒരു ടൈമിനകത്ത് വെച്ചിട്ടാണ് മണ്ണാർശാലയിൽ എത്തിയിരിക്കുന്നത്. 5:30 ആകുമ്പോഴേ അമ്പലം തുറക്കുള്ളൂ. സോ തൊട്ടടുത്ത് നമുക്ക് പോയി കാണാൻ പറ്റും.
അപ്പോൾ എല്ലായിടത്തും ഒന്ന് കയറി കാണാമെന്ന് കരുതി നമ്മൾ അങ്ങോട്ടേക്ക് പോകും. പിന്നെ ഇവിടെ ഇറങ്ങരുത് എന്ന് എഴുതി വെച്ചിട്ടില്ല, പക്ഷെ സൂക്ഷിക്കുക, കാരണം തെന്നാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ മീനിനെയൊക്കെ കണ്ടു. എങ്ങനെയെങ്കിലും 5:30 വരെ ആക്കണ്ടേ, അമ്പലം തുറന്നാലല്ലേ കാര്യമുള്ളൂ. സോ നമ്മൾ അവിടെയൊക്കെ ചുറ്റും ഇങ്ങനെ ഓടി നടന്ന് കാണുമായിരുന്നു. കുറച്ച് കാടേരിയൊക്കെ ഉണ്ടല്ലോ, സോ അകത്തേക്കൊക്കെ പോകാൻ ഒക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അകത്തേക്ക് കയറി. അമ്പലമൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു, പക്ഷെ സ്റ്റിൽ നമുക്ക് അകത്ത് കയറാൻ പറ്റി. അങ്ങനെ നമ്മൾ ചുറ്റും നടന്ന് കാണുമായിരുന്നു കേട്ടോ. അങ്ങനെ ദേ അമ്പലം സ്റ്റാർട്ടാവുന്നത്, അമ്പലം അകത്തുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ ചെറിയ ചെറിയ അമ്പലങ്ങൾ പോലെ, അതായത് ഭദ്രകാളീൻ്റെത്, അയ്യപ്പൻ്റെത്, അങ്ങനെ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഇപ്പം കാണിച്ച ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ അവിടെ കുറച്ച് പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ട്. സോ അവരെയൊക്കെ ഒന്ന് കണ്ട് അവരുമായിട്ടൊക്കെ ഒന്ന് നിന്ന് അങ്ങോട്ടേക്ക് പോവാണ്. അമ്പലം തുറക്കാതെ നമ്മൾ എന്തിനാ ഈ വഴിക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ആമയുടെ ഒരു കുളമുണ്ട്, ആമയൊക്കെ ഉള്ള ഒരു കുളം. അപ്പോൾ ആ കുളം കാണാനായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കുട്ടി കുട്ടി ചെറിയ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്, അപ്പൂപ്പൻ കാവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടെയും ഫോട്ടോഗ്രാഫി അത്ര വലിയ എന്താ പറയുക സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാനും എടുത്തിട്ടുള്ളൂ കേട്ടോ. അതെ, അങ്ങനെ ആ ഒരു ലൈൻ നമ്മളിങ്ങനെ നടന്ന് ആ ഒരു വഴി എൻ്റെ ആവുമ്പോഴത്തേക്കാണ് നമ്മുടെ ആമയുടെ കുളം. തൊട്ട് ഫ്രണ്ടിൽ ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആമേനെയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചവിടെ നിന്ന് നടന്നിങ്ങനെ പോകും. അപ്പോൾ ഭയങ്കര കാടല്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അപ്പൂപ്പനൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പൂപ്പനെ ഇങ്ങനെ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ കുറച്ച് ഒരു 10-15 മിനിറ്റ് നമ്മളിവിടെ നിന്നു. പകുതി വരെ അച്ഛനും അമ്മയും വന്നോളൂ കേട്ടോ. പകുതി ആയപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഒരുപാട് നടക്കണം എന്ന്. സോ അവർ തിരിച്ചു പോയി, നിങ്ങൾ പോയി കാണ് അമ്മയുടെ കുളം, നിങ്ങൾ പോയി കാണുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് തിരിച്ച് നടന്നു. അപ്പോൾ ഞാൻ അപ്പൂപ്പനെയും കൊണ്ട് ഫോഴ്സ്ഫുള്ളി അപ്പൂപ്പനെയും കൊണ്ട് ഇങ്ങ് വരികയായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് സമയം തികയ്ക്കണ്ടേ, 5:30 ആവുമ്പോഴേ അമ്പലം തുറക്കും. അത് കാരണം നമ്മൾ അവിടെയൊക്കെ നിന്ന് ആമേനെയൊക്കെ കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്ന്. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അമ്മയുടെ ദർശനം ഉണ്ടല്ലോ, രാവിലെ വന്നാലേ, പുലർച്ചെ വന്നാലേ നമുക്ക് കാണാനൊക്കുള്ളൂ എന്ന് നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കരുതി ഓക്കെ രാവിലെ വന്നാലേ കാണാൻ പറ്റൂ. അപ്പോൾ ഇപ്പം നമ്മൾ വൈകുന്നേരം വന്നുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് കാണാൻ പറ്റില്ല എന്നാണ് കേട്ടോ നമ്മൾ വിചാരിച്ചത്. പക്ഷേങ്കിൽ അത് അങ്ങനെ അല്ലായിരുന്നു. ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഓരോ അമ്പലവും നമ്മൾ കുറച്ചും കൂടി ഭയങ്കര ഇതായിട്ട് പോയി കണ്ടിട്ട് നമ്മൾ കറക്റ്റ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അമ്പലം തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. 2 വഴിയിലും കൂടിയായിട്ട്, ഒന്നിൽ ഞാൻ അമ്മയും വിഷ്ണുവും, മറ്റേതിൽ അപ്പൂപ്പനും അച്ഛനും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്പലം തുറക്കുന്ന ഇങ്ങനെ മറ്റേ സ്കൂൾ വിടാനായിട്ട് കുട്ടികൾ കാത്തിരിക്കില്ലേ, നമ്മളിവിടെ അമ്പലം തുറക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. സർപ്പദോഷമുള്ളവർക്ക് അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് അസുഖങ്ങളുള്ളവർക്കൊക്കെ ഇവിടെ പൂജകളുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, 100 പാലും കഴിക്കാം, മുഴുക്കാപ്പ്, അരക്കാപ്പ്, അങ്ങനെ കുറേ പൂജകളുണ്ട്. അങ്ങനെ നമ്മൾ പട്ട് മേടിച്ച് കൊടുക്കാം. അവിടെ ഒരു പട്ടിക്കുട്ടിനെയൊക്കെ കണ്ടു. പിന്നെ കുറച്ച് നേരം അങ്ങനെ അതിനെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അത് ഇങ്ങനെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്ക് അമ്പലം തുറന്നു കേട്ടോ. ആൾക്കാരൊക്കെ അമ്പലത്തിലേക്ക് പോകുന്ന കണ്ടു. അപ്പം നമ്മളും അങ്ങനെ പോയി. അകത്ത് കയറി നമ്മളെ തൊഴുതിറങ്ങിയപ്പോഴാണ് അറിയുന്നത് നിലവറയിലേക്ക് പോകാനൊക്കും, അതായത് അവിടുത്തെ അമ്മയെ കാണാനൊക്കും, വൈകുന്നേരം കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അമ്മേനെ കണ്ടു, സംസാരിച്ചു, പ്രസാദമൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ വഴിപാടിനെ എഴുതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആയില്യത്തിനാണ് അവർ വഴിപാട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് വീട്ടിലേക്ക് അഡ്രസ്സ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് അയച്ചു തരും എന്ന് പറഞ്ഞു. സോ നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി വെച്ചു. ഉണ്ണിയപ്പം പായസമൊക്കെ മേടിച്ചു. പായസം നമ്മൾ പൊട്ടിച്ചില്ല, ബിക്കോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിതാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ച് വെച്ചു. ഉണ്ണിയപ്പം മാത്രം കഴിച്ച് വയറ് ചെറുതായി വിശക്കുന്നുണ്ടായിരുന്നു, കാരണം അത്രയും നേരം വെയിറ്റ് ചെയ്ത്. ഇനി നെക്സ്റ്റ് എങ്ങോട്ട് എന്നതിന് എൻ്റെ അമ്മ പറഞ്ഞു ചക്കുളത്ത് കാവ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാൻ സ്കൂളിലോ ഡിഗ്രിക്കോ പഠിച്ചിരുന്ന ടൈമിലാണ് കേട്ടോ ലാസ്റ്റായിട്ട് ഇവിടെ വരുന്നത്, ഈ ഒരു അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ അന്ന് എനിക്കൊന്നു പണ്ട് അമ്മുമ്മയായിട്ടൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നമ്മളിങ്ങനെ ഇറങ്ങും ടാക്സി ഒക്കെ പിടിച്ചിട്ട്, അന്ന് വണ്ടിയൊന്നുമില്ല. അപ്പം ടാക്സി പിടിച്ചിട്ട് നമ്മളെല്ലാവരും, അമ്മ ഉണ്ടാവും, അമ്മുമ്മ ഉണ്ടാവും, നമ്മളിങ്ങനെ പോവും. ഒരു 3-4 അമ്പലത്തിലൊക്കെ കയറിയിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വരും, ഫുഡൊക്കെ കഴിച്ചിട്ടോ അങ്ങനെയൊക്കെ വരുമായിരുന്നു. സോ അങ്ങനെ അപ്പം നമ്മളിവിടെ അമ്പലത്തിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറേ നാളായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഹനുമാൻ്റെ പുതിയൊരു പ്രതിഷ്ഠ വന്നിട്ടുണ്ട്. ഒരു ഭയങ്കര എന്താ പറയുക, നമ്മൾ മറ്റേ മലയാളത്തിൽ കൂറ്റൻ ഭയങ്കര വലിയൊരു ഇതാണ് കേട്ടോ, പ്രതിഷ്ഠയാണ്. ഭയങ്കര രസമുണ്ട്. ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ഇതായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് ഹനുമാൻ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഈ ചക്കുളത്ത് കാവിൻ്റെ ആ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ. പക്ഷേ നമുക്ക് ചെന്ന്
പൂജ ചെയ്യാൻ പറ്റും എന്ന് അവിടെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് സ്വന്തമായിട്ട് സ്റ്റെപ്പ് കയറി മേളിൽ പോകുമ്പോൾ നമ്മൾ മറ്റേ നോർത്തിലൊക്കെ ആൾക്കാർ അവിടുത്തെ അമ്പലത്തിലൊക്കെ നോർത്തിൽ സ്വന്തമായിട്ട് സെൽഫായിട്ട് പൂജയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ വീഡിയോസൊക്കെ. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പിന്നെ അമ്മ പറഞ്ഞാൽ അറിയുന്നത്. പക്ഷെ ഞാൻ അപ്പോഴത്തേക്കൊക്കെ തിരിച്ച് കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു വല്ലാത്തൊരു നമ്മൾ പറയില്ലേ ചൈതന്യമോ ഒരു ഭയങ്കര പവർഫുൾ ആ ഒരു ഗെയ്സിനാണെങ്കിലും ആ ഒരു ലുക്കാണെങ്കിലും ആ ഫുൾ ആ അമ്പലം ഉണ്ടാക്കി വെച്ചേക്കുന്നത് തന്നെ നല്ല ഹൈറ്റിലാണ് കേട്ടോ. നമ്മളപ്പോൾ അതിൻ്റെ താഴെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മേലോട്ട് നോക്കിയല്ല കാണാൻ നോക്കുന്നത്. അപ്പോൾ ഒരു ഭയങ്കര രസമാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ചക്ലത്ത് കാവിൽ നിന്ന് എനിക്കൊന്ന് 10-15 മിനിറ്റ് അത്ര എങ്ങാണ്ടേ ഉള്ളൂ ശ്രീ വല്ലഭ മഹാദേവ ക്ഷേത്രത്തിലേക്ക്. സോ അങ്ങോട്ടേക്കാണ് നമ്മൾ നെക്സ്റ്റ് ഇങ്ങനെ പോയത്. ചുറ്റുമതിൽ തന്നെ എൻ്റെ അമ്മ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ലൈക്ക് പലയിടത്ത് ഇങ്ങനെ ചിലപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയും വർഷത്തിൽ ഫുൾ ഡേയിലും എല്ലാ ദിവസവും കഥകളി നടക്കുന്ന കേരളത്തിലെ ഒരേ ഒരു അമ്പലമാണ് ഈ ഒരു അമ്പലം. അത് മാത്രമല്ല അതിൻ്റെ ചുറ്റുമതിൽ ഇങ്ങനെ കിടക്കുക. നമ്മളിങ്ങനെ കുറേ ചുറ്റി തിരിയുമ്പോഴും ആ മതിൽ അതേ കണക്ക് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ഈ വഴി ട്രാവൽ ചെയ്തൊക്കെ പോകുമ്പോഴത്തേക്ക് തിരുവല്ല ആ ഒരു ഏരിയയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഇത് കൊള്ളാമല്ലോ കഥകളി. ഞാനങ്ങനെ ഈവൻ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള അമ്പലത്തിൽ കഥകളി നടക്കുമ്പോഴും ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരാഗ്രഹമാണ്. പക്ഷേ എനിക്കൊന്ന് രാത്രി 10 മണിക്ക് ശേഷം മറ്റേ തുടങ്ങുള്ളൂ. അവിടെ നിന്ന് പ്രസാദമായിട്ട് കിട്ടിയതാണ് ഈ 2 പഴം. അത് കഴിഞ്ഞ് അവിടുത്തെ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ ഫുൾ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ അവിടെ നിന്ന് അടുത്ത അമ്പലത്തിലേക്ക് പോണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഇവിടെ വെട്ടമേ ഇല്ലായിരുന്നു. ഈ ഒരു കടയിൽ മാത്രമായിരുന്നു വെട്ട. അപ്പം നമ്മൾ അവിടെ നിന്ന് മാലയും മേടിച്ചു. വഴിപാടിന് വേണ്ടിയിട്ട് മാല മേടിച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങും വെട്ടമില്ല. എന്ത് പറ്റി, ഇനി കറണ്ട് പോയതാണോ എന്താ ഒന്നും അറിയില്ല. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. എന്നാലും ജനറേറ്റർ ഇല്ലാത്ത അമ്പലമോ എന്നൊക്കെ വിചാരിച്ചു. അത് ഇത്രയും വലിയൊരു അമ്പലം എന്നൊക്കെ കരുതി നമ്മളിങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ കാണാം അവിടെയൊന്നും വെട്ടമില്ല. നിങ്ങൾ കണ്ടോ? അപ്പോൾ എന്ത് പറ്റി, ഇനി അമ്പലം അടച്ചോ? അപ്പോൾ ആ താഴത്തെ ചേട്ടൻ പറയാനില്ല, അമ്പലം അടയ്ക്കുന്നതേ ഉള്ളൂ, അടയ്ക്കാറായിട്ടേ ഉള്ളൂ, ഇതുവരെ അടച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് കേട്ട സൗണ്ട്. ഞാനിതിൽ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഞാൻ ഇടാട്ടോ. ശിവേലി നടക്കുമായിരുന്നു, അത് കാരണമാണ് അവർ ലൈറ്റ് ഓഫാക്കി ഇട്ടതെന്ന് തോന്നുന്നു. പെട്ടെന്ന് ലൈറ്റ് വന്നു കേട്ടോ. ലൈറ്റ് വന്നപ്പോഴത്തേക്ക് അവരിങ്ങനെ കൊണ്ടുവന്നൊക്കെ കണ്ടു. എനിക്കൊന്ന് ചുറ്റും 3 വലത്ത് വെക്കണം. അപ്പോൾ ഈ 3 വലത്തിലും അവർ നമ്മളെ പാസ് ചെയ്തങ്ങ് പോകുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ചെയർ ഇട്ടിട്ടുണ്ട്. അന്നേണക്ക് അവിടെ ഓഡിറ്റോറിയത്തിൽ ആൾക്കാരിങ്ങനെ മറ്റേ വട്ടമേശ സമ്മേളനമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അമ്പലം തുറന്നു, നമ്മൾ അകത്ത് കയറി. അപ്പോൾ അവിടെയും ഒരു ചെറിയ നമ്മുടെ ഹനുമാൻ്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ആൾക്കാർ വരച്ച ഹനുമാൻ്റെ പിക്ചേഴ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. കാരണം അമ്പലം അടയ്ക്കാറായി, ഓൾമോസ്റ്റ് അമ്പലം അടച്ചു. പിന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു തട്ടുകടയിൽ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു തട്ടുകട കണ്ടിട്ട് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ദോശ, അമ്മയ്ക്കും അപ്പൂപ്പനും അങ്ങനത്തെ ഐറ്റംസാണ് ഇഷ്ടം. സോ അതിന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലും ഹെവി ആയിട്ട് തന്നെ എനിക്ക് ബിരിയാണി വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വാശി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പൂപ്പനെ ഞാൻ വാരി കൊടുക്കുക. കാരണം ഇനിയിപ്പോൾ അപ്പൂപ്പൻ നടുക്കല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അപ്പൂപ്പനെ കൈ ഇതാക്കണ്ട, ഇനിയിപ്പം പുറത്തിറക്കി കൈയൊക്കെ കഴുകണ്ടേ. അപ്പോൾ ഞാൻ കരുതി വേണ്ട, ഞാൻ വാരി കൊടുക്കാമെന്ന് കരുതി കൊടുത്തപ്പോൾ അപ്പൂപ്പനാണെങ്കിൽ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഞാനങ്ങ് വാരി കൊടുക്കാം എന്ന് കരുതി ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് അപ്പൂപ്പൻ കഴിച്ചാൽ അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു മോളും കഴിക്കുക, എന്നാലേ ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെ ഞാൻ കഴിച്ചപ്പോഴത്തേക്ക് കാണാം എൻ്റെ അമ്മ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്നും ഇതുവരെ കഴിച്ചിട്ടുള്ള തട്ടുദോശകളിൽ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള തട്ടുദോശ, അതിൻ്റെ ചമ്മന്തിയും ആ മുളക് ചമ്മന്തിയും ഒക്കെ കിട്ടുന്നത്. അമ്മയ്ക്കാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തൊരു സെറ്റും കൂടെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും അവിടെ നിന്ന് പിന്നെ ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു സ്ഥലത്ത് നിന്ന് ബിരിയാണി മേടിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ശരി, എനിക്ക് അവിടെ പോയി അവിടെ നിന്ന് നമുക്ക് മേടിക്കാം എന്നൊരു രീതിയിലായിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച കട എത്തി. അവിടെ ഇപ്പം മുന്നേ ഒന്നും ബിരിയാണി ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് അവർ ബിരിയാണി ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അവിടെ നിന്ന് ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഇവിടെ ബിരിയാണി ഇല്ലായിരുന്നു, രാത്രി ആയിപ്പോയില്ലേ. എന്തായാലും അമ്മയും അച്ഛനും വിചാരിച്ച പോലെ കുറേ അധികം അമ്പലങ്ങളിൽ പോയി. എന്തായാലും അവരൊക്കെ ഹാപ്പിയാണ്. സോ ഞാനും ഹാപ്പിയാണ്.
പിന്നെ ബിരിയാണി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയ വിഷമം ഉണ്ടെങ്കിലും അത് എനിക്ക് നാളെ നെക്സ്റ്റ് ഡേ തന്നെ ബിരിയാണി മേടിച്ചു തരാമെന്നും പറഞ്ഞ് അത് സോൾവ് ആക്കി തരികയും ചെയ്തു അവർ. അടുത്ത ദിവസം എനിക്ക് ബിരിയാണി കിട്ടുകയും ചെയ്തു. സോ ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതായിരുന്നു എൻ്റെ ഒരു ഡേ ഔട്ട് വിത്ത് മൈ ഫാമിലി, അതും ഒരു ടെമ്പിൾ വിസിറ്റ് ഡേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണാം. Till then, take care. Bye bye.